മക്കളെ പഠിപ്പിക്കാൻ പഠിക്കുന്നതിനിടയിൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നമ്മുടെ കുട്ടിക്ക് വ്യക്തമായ ഗോളുണ്ടോ? പഠിക്കൂ പഠിക്കൂ എന്ന് ദിവസവും പറഞ്ഞിട്ട് കുട്ടി പഠിക്കാനിരിക്കാത്തതിൻ്റെ കാരണം അവന് പഠിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടായിരിക്കണമെന്നില്ല. എന്തിനാണ് പഠിക്കുന്നത് എന്ന വ്യക്തതയില്ലാത്തത് കൊണ്ടാവാം. ഒരു ദിവസം ഒരമ്മ എന്നോട് പറഞ്ഞു, ടീച്ചറെ, എൻ്റെ മകൻ പുസ്തകം തുറക്കും, പക്ഷെ 5 മിനിറ്റ് കഴിഞ്ഞാൽ പെൻസിൽ കൊണ്ട് കളിക്കും, ജനലിലൂടെ പുറത്തേക്ക് നോക്കും, പിന്നെ മൊബൈൽ ചോദിക്കും, എത്ര പറഞ്ഞാലും പിന്നെ പഠനത്തിൽ ശ്രദ്ധിക്കുകയില്ല. ഞാൻ ആ കുട്ടിയുമായി സംസാരിച്ചു. മോൻ ഇന്ന് എന്താണ് പഠിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എനിക്കറിയില്ല, അമ്മ എന്തെങ്കിലും പഠിക്കാൻ പറയും. ഏത് പാഠം? അതും എനിക്കറിയില്ല. എത്ര സമയം പഠിക്കും? അതും അറിയില്ല. എവിടെ ഇരുന്ന് പഠിക്കും? അത് ഇരിക്കുന്നിടത്തിരുന്ന് പഠിക്കും. പഠിച്ചു കഴിഞ്ഞാലോ? പഠിച്ചു കഴിഞ്ഞാൽ എന്ത് പൂർത്തിയാക്കണമെന്നും അവനറിയില്ല. നമ്മളൊരു കുട്ടിയോട് പോയി പഠിക്കൂ എന്ന് മാത്രം പറയുമ്പോൾ അവൻ്റെ മുന്നിൽ വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടാകുന്നില്ല. നിങ്ങളൊരു യാത്ര പോവുകയാണെന്ന് വിചാരിക്കൂ. ഇന്ന് യാത്ര പോകണം. എവിടേക്കാണ് പോകേണ്ടത്? ആരെയാണ് കാണേണ്ടത്? ഏത് വാഹനത്തിലായിരിക്കണം പോകേണ്ടത്? എത്ര ദിവസത്തെ യാത്രയാണ്? ഇക്കാര്യമൊന്നും അറിയാതെ നിങ്ങൾ യാത്രയ്ക്ക് ഒരുങ്ങിയാൽ എവിടെയെങ്കിലും എത്തിച്ചേരുവോ? ഇതുപോലെ തന്നെയാണ് കുട്ടിയുടെ പഠനവും. പഠനം ഒരു യാത്രയാണ്. ലേണിംഗ് എന്നത് സന്തോഷത്തോടെയുള്ള ഒരു യാത്രയാകണമെങ്കിൽ ലേണിംഗ് ഫെസ്റ്റിവൽ എൻജോയ് ചെയ്യാൻ പഠിക്കണം. ലേണിങ്ങിനെ ഫെസ്റ്റിവൽ മൂഡിൽ കാണാൻ പഠിക്കണമെന്നർത്ഥം. അതായത് കുട്ടിക്കൊരു ലക്ഷ്യമുണ്ടാവണം. ആ ലക്ഷ്യത്തിലെ ഓരോ സ്റ്റെപ്പും വെക്കുന്നത് കുട്ടി സന്തോഷത്തോടെ ആയിരിക്കണം. അതിനുള്ള പ്രാക്ടീസാണ് നിങ്ങൾ പേരൻസിന് വേണ്ടത്. നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തിക്കേ. എങ്ങനെയാണ് നിങ്ങൾ കുഞ്ഞിനെ പഠനത്തിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? കമൻ്റ് എഴുതിയിട്ട് ബാക്കി കേൾക്കുക. ലക്ഷ്യമില്ലാത്ത പഠനവും കുട്ടിയെ മാനസികമായി തകർക്കുമെന്നർത്ഥം. കുട്ടിയുടെ മുന്നിൽ വലിയ വാക്കുകൾ പറയേണ്ടതില്ല. ക്ലാസ്സിൽ ഫസ്റ്റ് ആകണം, എല്ലാ വിഷയത്തിനും മുഴുവൻ മാർക്ക് വാങ്ങണം, ജോലി നേടണം, ഇതെല്ലാം അങ്ങ് ദൂരെയുള്ള ലക്ഷ്യങ്ങളാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കാൻ പഠിപ്പിക്കുകയാണ്. കുട്ടി ഏത് ക്ലാസ്സിലും ആയിക്കൊള്ളട്ടെ, ഇത്രയും നാൾ എന്തും സംഭവിച്ചോട്ടെ, അതെല്ലാം വിട്ടേക്കൂ. ഇന്ന് ഈ നിമിഷം മുതൽ നമ്മൾ കുട്ടിക്ക് ഒരു ലക്ഷ്യമുണ്ടാവണമെന്ന ബോധ്യത്തിലേക്ക് അച്ഛനമ്മമാർ മാറുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ ആ മാറ്റം ഉണ്ടാവുമ്പോൾ കുട്ടിയിലും സ്വാഭാവികമായി ആ മാറ്റം കണ്ടു തുടങ്ങും. കാരണം പഠിക്കുന്നത് നമ്മളാണ്. നമ്മുടെ കുഞ്ഞിനെ എങ്ങനെയാണ് പഠനത്തിലേക്ക് കൊണ്ടുപോകേണ്ടതെന്ന്. നോട്ട്ബുക്ക് എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? 1 by 1 ആയിട്ട് നോട്ട് തയ്യാറാക്കിക്കോളുക. പണ്ട് സ്കൂളിൽ പഠിച്ചതുപോലെ വീണ്ടും ഒരു പഠനം കൂടിയല്ലേ? ചെയ്തു തുടങ്ങിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ നോട്ട് എന്നൊന്ന് ടൈപ്പ് ചെയ്യൂ. നമ്മൾ ഒരു കാര്യത്തിന് എത്രയേറെ സീരിയസ്നെസ് കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും അത് തിരിച്ചും ഇങ്ങോട്ട് നമ്മളെ പരിഗണിക്കുക. അങ്ങനെയല്ലേ? ആലോചിച്ച് നോക്കൂ. നമുക്കിന്ന് കണക്കിലെ ഒരു ചോദ്യം ചെയ്യാം. ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താം. സയൻസിൻ്റെ ഒരു പേജ് വായിക്കാം. എന്നിട്ട് പഠിച്ചതിൽ നിന്ന് 3 കാര്യങ്ങൾ പറഞ്ഞു നോക്കാം. ഇംഗ്ലീഷിൽ 3 വാക്കിൻ്റെ സ്പെല്ലിംഗ് പഠിക്കാം. 20 മിനിറ്റ് ശ്രദ്ധയോടെ പഠിച്ച ശേഷം നമുക്ക് 5 മിനിറ്റ് വിശ്രമിക്കാം. ഇങ്ങനെ മെല്ലെ മെല്ലെ കുട്ടിയെ പഠനത്തിലേക്ക് കൊണ്ടുവരുന്നതും ഒരു വലിയ കലയാണ്. ഓരോ അമ്മമാരും ഇത് പരിശീലിക്കേണ്ടതുണ്ട്. ഓരോ ദിവസം ചെയ്താൽ മതി. നമുക്കിനി ഓണം എക്സാം ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ഫസ്റ്റ് ടേം എക്സാം ആകുമ്പോഴേക്കും 1 മാസത്തെ ഗ്യാപ്പുണ്ട്. വെപ്രാളപ്പെടേണ്ട. സമാധാനമായിട്ട് കുഞ്ഞുങ്ങളെ ഇരുത്തി പഠിപ്പിക്കാം, പരിശീലിപ്പിക്കാം. ഇവിടെ കിട്ടുന്നത് ആവർത്തിച്ച് ചെയ്യിപ്പിക്കുക, അത് മാത്രം മതി. ഇങ്ങനെ ലക്ഷ്യം വ്യക്തമാകുമ്പോൾ കുട്ടിയുടെ മനസ്സ് എവിടെ ശ്രദ്ധിക്കണമെന്ന് ചിന്തിക്കാൻ തുടങ്ങും. ഇന്ന് ചെയ്യേണ്ട ഒരു ചെറിയ പ്രാക്ടീസ് പറയട്ടെ.
ഇന്ന് പഠനം അവസാനിപ്പിക്കുമ്പോൾ നീ എന്താണ് പഠിച്ചു കഴിഞ്ഞതെന്ന് ഒരേ ഒരു കാര്യം കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുക. അത് കുട്ടിക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യും. ഒരു വലിയ ലക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കുട്ടിക്ക് ഒരു ബാലികേറാമലയായി തോന്നിയെന്നിരിക്കും. അതുകൊണ്ട് തന്നെ മുഴുവൻ ചാപ്റ്ററും പഠിക്കും എന്നല്ല പറയേണ്ടത്. ആദ്യത്തെ 2 പേജ് വായിക്കാം. ചിലപ്പോൾ സ്കൂളിൽ അതിൽ കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവും, ഉണ്ടായിക്കൊള്ളട്ടെ. പക്ഷേ നമ്മുടെ കുട്ടി പഠിക്കാൻ പഠിക്കുകയാണ്. പഠിക്കാൻ പഠിക്കുന്ന കുട്ടി അതിവേഗത്തിൽ പഠിച്ചോളും. ആ ഒരു ധൈര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. കുട്ടിയെ കൊണ്ട് ഒരു ചെറിയ പേപ്പറിൽ എഴുതിപ്പിക്കുക, ടുഡേയ്സ് ഗോൾ, ഇന്ന് പഠിക്കേണ്ട വിഷയം, പൂർത്തിയാക്കേണ്ട പേജുകൾ എത്ര സമയം പഠിക്കണം, ഇക്കാര്യം മാത്രം ചെയ്യിച്ചാൽ മതി. ഇന്ന് ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. സയൻസ് ഗോള് 2 പേജ് പഠിക്കുക, സമയം 20 മിനിറ്റ്. പഠിച്ചതിന് ശേഷം പുസ്തകം അടച്ചിട്ട് പഠിച്ചത് എന്താണെന്ന് കുട്ടി അമ്മയോടൊന്ന് പറഞ്ഞു കേൾപ്പിക്കട്ടെ. ഇവിടെ കുട്ടിയെ ബലം പ്രയോഗിച്ചിരുത്തി പഠിപ്പിക്കുകയല്ല, പഠനത്തിന്റെ സ്വാതന്ത്ര്യം എൻജോയ് ചെയ്യിപ്പിക്കുകയാണ് വേണ്ടത്. ക്രമേണ കുട്ടി ലക്ഷ്യത്തിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഇന്ന് ഈ പ്രവർത്തനം ഒന്ന് ചെയ്യുക. കുഞ്ഞിനെ ശാന്തമായി പഠിപ്പിക്കാനുള്ള വഴികൾ തേടുക. മാതാപിതാക്കളെ ഓർമ്മപ്പെടുത്താൻ ഒരു കാര്യം കൂടിയുണ്ട്. കുഞ്ഞുങ്ങളാരും ഉപദേശത്തിന്റെ രൂപത്തിലോ കമാൻഡിന്റെ രൂപത്തിലോ പറയുന്ന ഒരു വാക്കും അനുസരിക്കുകയില്ല. നമ്മൾ അനുസരിക്കുമോ? പിന്നല്ലേ നമ്മുടെ മക്കള്. അതുകൊണ്ട് തന്നെ വ്യക്തമായ ഒരു ലക്ഷ്യം നിശ്ചയിച്ച് കുഞ്ഞിനെ കൂട്ടുപിടിച്ച് കുഞ്ഞിന്റെ പഠനത്തിൽ കുഞ്ഞിനോടൊപ്പം അച്ഛനും അമ്മയും ഉണ്ട് എന്നുള്ള സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും കുഞ്ഞുങ്ങളെ മുന്നോട്ട് നയിക്കാം. നിത്യേനയുള്ള ഈ പരിശീലനത്തിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക.